ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ. യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനുള്ള വഴികളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, സീ ഫുഡ് ഒഴിവാക്കുക. സീ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീൻ, അയല, മത്തി, നത്തോലി, അതുപോലെ ഞണ്ട്, കൊഞ്ചൻ തുടങ്ങിയിട്ടുള്ള സീ ഫുഡുകൾ, കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. രണ്ട്, റെഡ് മീറ്റ് ഒഴിവാക്കുക. റെഡ് മീറ്റ് എന്തൊക്കെയാണ്? പന്നിയിറച്ചി, പോത്തിറച്ചി, ആട്ടിറച്ചി തുടങ്ങിയ റെഡ് മീറ്റ് ഒഴിവാക്കുക. ഇത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നല്ലോണം കൺട്രോൾ ആയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് അല്ലാത്ത നല്ല ഹൈ ആണെങ്കിൽ അത് ഫുള്ളായിട്ട് അത് കൺട്രോൾ ആകുന്നവരെ ഒഴിവാക്കുക. ഇനി നമ്മൾ മദ്യമാണ്, ആൽക്കഹോൾ, അതിൽ പിന്നെ ബിയർ ആണെങ്കിലും മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് യൂറിക് ആസിഡുള്ള ആളുകൾക്ക് നല്ലത്. സാധാരണ രീതിയിൽ രാത്രി കാലങ്ങളിൽ മദ്യവും സീ ഫുഡൊക്കെ ഒന്നിച്ച് കഴിക്കുമ്പോഴാണ് ഗൗട്ടി അറ്റാക്ക് ആയിട്ട് ജോയിന്റിൽ നല്ല നീർക്കെട്ടും വേദനയൊക്കെ വരാറുള്ളത്. അടുത്തത് നല്ലൊരു ഐഡിയൽ ബോഡി വെയിറ്റ്. ഇതൊരു മെറ്റബോളിക് സിൻഡ്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ബോഡി വെയിറ്റ് നല്ലോണം കുറയ്ക്കണം. ബോഡി വെയിറ്റ് എങ്ങനെയാണ് കുറയ്ക്കുക? ഐഡിയൽ ബോഡി വെയിറ്റ് കണ്ടുപിടിക്കാൻ അത് ഹൈറ്റ് എത്രയാണ്? ഇപ്പോൾ 170 സെൻറ്റിമീറ്ററുള്ള ഒരു ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ അതിൽ 100 കുറയ്ക്കുക. 170 - 100 അതാണ് ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 70 കിലോ. ഇനി അയാൾ നല്ല അധ്വാനിക്കാത്ത അതായത് ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 10 കൂടി കുറയ്ക്കുക, 60 കിലോ. അതാണ് അയാളുടെ ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. 3, നല്ലോണം വ്യായാമം ചെയ്യണം. അല്ലെങ്കിൽ ഈ ജോയിൻറ്റുകളിലൊക്കെ പോയിട്ട് യൂറിക് ആസിഡ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് നല്ലോണം വ്യായാമം ചെയ്യുക. പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ യൂറിക് ആസിഡ് പുറന്തള്ളി കിഡ്നിയിലൂടെ പുറത്തേക്ക് പോവുകയുള്ളൂ. നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം കൃത്യമായ കണക്കില്ലെങ്കിൽ ഒരു 75 കിലോ ഉള്ള ആളാണെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം. നല്ലോണം വേനൽക്കാലമൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം കുടിക്കണം. എന്നാലും മഴക്കാലമാണെങ്കിൽ കുറച്ച് കമ്മിയായിട്ട് കുടിച്ചാൽ മതി. 2 ലിറ്റർ മൂത്രം പോകണം, അതാണ് കണക്ക് പറയാം. അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കണം. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണം കഴിക്കണം. ഇപ്പം നമുക്കറിയാം നെല്ലിക്കയാണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും പേരയ്ക്കാണെങ്കിലും ഒക്കെ വൈറ്റമിൻ സി ധാരാളമുള്ള ഭക്ഷണമാണ്. വൈറ്റമിൻ സി ഉള്ള ധാരാളം ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള എളുപ്പ വഴികൾ. ഇനി അടുത്തൊരു സംശയം ഉണ്ടാവും. ഈ പ്ലാന്റ്, അതായത് സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറേ സാധനങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതൊന്നും രക്തത്തിൽ നമുക്ക് വേദന വരുന്ന രീതിയിൽ യൂറിക് ആസിഡിനെ കൂട്ടാറില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാം. നമുക്ക് എല്ലാ പച്ചക്കറികളും കഴിക്കാം. അതിനെക്കുറിച്ച് വിശദമായി അറിയുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ വിശദമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ലവ് യു ഓൾ. താങ്ക് യു.